ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം എനിക്ക് വന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി എടുത്ത് കഴിക്ക്. നിനക്കെന്താ കൈയില്ലേ? അമ്മ വീട്ടിലില്ല. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. നീ വന്ന് എന്തെങ്കിലും എടുത്തു വെക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. കുഞ്ഞിനെന്തോറ്റി ദിവ്യേ? കുഞ്ഞെന്തിനെങ്ങനെ കരയുന്നേ? കുഴപ്പമൊന്നുമില്ല മാഡം. ഇതവൻ ഉറങ്ങുന്നതിന് മുന്നേ പതിവാ. ഭയങ്കര വാശിക്കാരനാ. നമ്മൾ ഇങ്ങനെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നാലേ പകൽ അവൻ ഉറങ്ങൂ. ആണോടാ? ഓ മോനെ ഉറങ്ങ്. നിന്നെ ഉറക്കിയിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ. വേഗം ഉറങ്ങു മോനെ. ദിവ്യ ഒരു കാര്യം ചെയ്, കുഞ്ഞിനെങ്ങിത്താ. അവനെ ഞാൻ ഉറക്കാം. ദിവ്യ പോയി കുളിച്ചോ. അയ്യോ മാഡം എങ്ങനെയാ കുഞ്ഞിനെ? എന്റെ കയ്യിലിരുന്നാലും അവൻ ഉറങ്ങും. കുഞ്ഞിനെങ്ങിത്താ. കുട്ട മതി കരഞ്ഞതേട്ടോ. ഷോ ആന്റിയുടെ കയ്യിലിരുന്ന് വഴക്കിടാതെ മര്യാദയ്ക്ക് ഉറങ്ങിക്കോണം, കേട്ടല്ലോ? അവന്റെ കരച്ചിൽ നിന്നല്ലോ മാഡം. ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്നെ ഇഷ്ടായെന്ന് തോന്നുന്നു. ഇനി ദിവ്യക്ക് ധൈര്യമായിട്ട് പോയി കുളിക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം മാഡം. ശരി. മോനെ എന്താടാ മോനെ? ആന്റി മോനോട് കുറച്ചു നേരം വർത്തനം പറയാൻ പോവാ. മോനത് കേട്ട് പതിയെ ഉറങ്ങണം. കൊച്ചുകുട്ടികള് അമ്മമാരോട് വാശി പിടിച്ച് കരയാതെ അമ്മമാര് പറയുന്നത് അനുസരിച്ച് ഉറങ്ങണം, കേട്ടോ? നന്നായി ഉറങ്ങിയാലേ കുഞ്ഞു വേഗം വളരും. ഓ ആന്റി പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ കുസൃതി ചെക്ക? ചിരിക്കുന്നോടാ കള്ള? ഇങ്ങനെ ചിരിച്ചും കരഞ്ഞ് സമയം കളയാതെ വേഗം ഉറങ്ങ്, ഉറങ്ങ്. നിന്റെ അമ്മ വരുമ്പോഴേക്കും നീ മിടുക്കനായിട്ട് ഉറങ്ങണം. ഉറങ്ങ്. ഓ ഓ നന്നായിട്ട് ഉറങ്ങണം. വേഗം വളർന്ന് വലുതാവണം. ദേ രാജുങ്കള് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നറിയോ നിന്നെ അമ്മയും ഈ വീട്ടിലെത്തിച്ചത്? നീ വളർന്ന് വലുതായാലേ നമുക്ക് നിന്റെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും. പാവം കുഞ്ഞ്. ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഇവനറിയാമോ? ഇവന്റെ അച്ഛൻ ഇവനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുമായിരിക്കോ? അച്ഛന്റെ അടുത്തുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം ലഭിക്കാത്ത ഒരു കുഞ്ഞിന്റെ ബാല്യം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നെക്കാളും നീ ഭാഗ്യവാനാ. നിനക്ക് അമ്മയെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് ചെറുപ്പത്തില് അമ്മയും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെയാ ഞാൻ വളർന്നത്. മോൻ വിഷമിക്കണ്ട കേട്ടോ. മോന് ഞാന് രാജുകളില്ലേ, ഞങ്ങള് മോന്റെ അച്ഛനെ ശരിയാക്കിയെടുത്ത് മോനോട് അച്ഛന് സ്നേഹം ഉണ്ടാക്കിയെടുക്കും, കേട്ടോ? അയ്യോ വീണ്ടും കരയാൻ തുടങ്ങിയോ? കരയില്ലടാ മോനെ. ആന്റി സംസാരിച്ചത് ഇഷ്ടായില്ലേ? എങ്കി ഞാനൊരു പാട്ട് പാടിത്തരാം. ഏത് പാട്ട് പാടും? ആ ഉണ്ണി വാവാവൂ പൊന്നുണ്ണി വാവാവൂ. ഓ ഇത് വലിയ ശല്യായല്ലോ. ഓ കരണ്ടാട്ടോ. മോന് വിശക്കുന്നുണ്ടോ? കുറച്ച് സമയം കൂടി വെയിറ്റ്. മോന്റെ അമ്മ ഇപ്പൊ വരും കേട്ടോ. ഓ കരയില്ലേ? ഓ നാശം പിടിക്കാനായിട്ട് സമാധാനായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. രാവിലെ തന്നെ തുടങ്ങി അതിന്റെ ചെലപ്പ്. ഒരു ഹാങ് ഓവർ ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി.
ഇവളെ ഞാനിന്ന് ഓ ഓ കരയില്ലേ? ഓ എന്താ വാവേ? ഇവളെന്തിനാ ഈ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്? വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു. നിനക്കെന്താ ഈ മുറി കാര്യം? നിന്നോടല്ലേ ചോദിച്ചേ? നിന്റെ നാവ് ഇറങ്ങിപ്പോയടി. ദീപക് പ്ലീസ് വെറുതെ ഒച്ച ഉണ്ടാക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ. കുഞ്ഞിന് ഉറങ്ങണം. അങ്ങനെ നീ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കണ്ട. അല്ല, നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കാൻ പോകുന്നേ? ഇതിനെ തള്ള എവിടെ? എന്താ തള്ളയോ? അമ്മയെന്ന് പറയടാ. അതെങ്ങനെ? നിനക്കതൊന്നും അറിയില്ലല്ലോ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥവും മഹത്വം അറിയണമെങ്കിലേ നിന്റെ അമ്മ അത് നിന്നെ പഠിപ്പിക്കണമായിരുന്നു. രാവിലെ തന്നെ എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞതല്ലല്ലോ, നീ പറയിപ്പിക്കുന്നതല്ലേ. സംസാരിക്കുമ്പോ നന്നായിട്ട് ആലോചിച്ച് സംസാരിക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഇല്ലെങ്കിലേ വായിക്കാത്ത പല്ലിന്റെ എണ്ണം കുറയും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ധൈര്യം ആയോന്നോ? അതിന് എപ്പോഴാണ് ഞാൻ നിന്നെ പേടിച്ചിട്ടുള്ളേ? ദീപക്കെ വെറുതെ നിന്ന് ബഹളം വെക്കാതെ പോ. കുഞ്ഞിന് ഉറങ്ങണം. നീ എന്തിനാണ് ഈ കുഞ്ഞിനെ ഉറക്കുന്നത്? നീ എന്താന്ന് വെച്ചാ ചെയ്. ആദ്യം എനിക്ക് വന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി എടുത്ത് കഴിക്ക്. നിനക്കെന്താ കൈയില്ലേ? അമ്മ വീട്ടിലില്ല. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. നീ വന്ന് എന്തെങ്കിലും എടുത്തു വെക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, നിന്റെ ഭാര്യതേ കുളിക്കുന്നുണ്ട്. അവള് കുളി കഴിഞ്ഞ് വരുമ്പോ പറയ് നിനക്ക് വിശക്കുന്നു, ആഹാരം എടുത്തു വെക്ക്. അവളെന്റെ ഭാര്യയൊന്നുമല്ല. അവളെ എന്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അഗ്നിസാക്ഷിയായിട്ട് അവളുടെ കഴുത്തില് നീ താലി കെട്ടിയതാ. അതിന് കുടുംബക്കാരും നാട്ടുകാരും സാക്ഷികളാ. നീ ചെല്ല്, അവള് വന്ന് നിനക്ക് ഭക്ഷണം എടുത്തു തരും. ഒന്ന് പോടി. അവളുടെ ഒരു അഗ്നിസാക്ഷി. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിച്ചിട്ട് കൂടുതൽ നിന്ന് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ദിവ്യ തന്നെ വന്ന് ഭക്ഷണം എടുത്ത് തരട്ടെ. ഭക്ഷണം ചൂടാക്കി തരാൻ അവള് കിച്ചണിൽ കയറും. അപ്പോ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. നീ അവളോടെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. നീ ചെല്ല്, ഞാൻ പറഞ്ഞേക്കാം. അകലേ